പ്രളയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ഡാമുകൾ തുറന്നുവിട്ടതിൽ പാളിച്ചയുണ്ടായതായി ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് അലക്സ് പി ജേക്കബിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് റിപ്പോർട്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. റിപ്പോർട്ടിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് വൈദ്യുതി മന്ത്രി എം മണിയും പറഞ്ഞു. ഡാം മാനേജ്മെന്റ് പാളിയത് പ്രളയത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചെന്നാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ വിവരത്തിനപ്പുറം പെയ്ത മഴയുടെ അളവ് തിരിച്ചറിയാൻ കേരളത്തിലെ സംവിധാനങ്ങൾക്കും വിദഗ്ധർക്കും സാധിച്ചില്ല. ജലനിരപ്പ് നിരീക്ഷിച്ച് തുറക്കുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകണം എന്ന ചട്ടവും പാലിക്കപ്പെട്ടില്ല. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ കൂട്ടത്തോടെ തുറന്നുവിട്ടത് പ്രളയത്തിന്റെ ആഘാതം കൂട്ടി. അണക്കെട്ടുകളിൽ ചെളി അടിഞ്ഞതിനാൽ കൂടുതൽ വെള്ളം സംഭരിക്കാനും കഴിയുന്നില്ല. കയ്യേറ്റങ്ങളെ തുടർന്ന് നദീതീരങ്ങളുടെ വിസ്തൃതി കുറഞ്ഞതും തിരിച്ചടിയായി. പ്രളയത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് അലക്സ് പി ജേക്കബിന്റെ ശുപാർശ. റിപ്പോർട്ടിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നായിരുന്നു മന്ത്രി എം മണിയുടെ മറുപടി. KSEBയുടെ വാദം കേൾക്കാതെയാണ് റിപ്പോർട്ട് നൽകിയതെന്നും സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതിയെ നേരത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ NS പിള്ള പറഞ്ഞു. ആദ്യം സർക്കാർ വിശദീകരിക്കട്ടെ എന്ന് മുൻ ജലവിഭവ മന്ത്രി മാത്യു ടി തോമസും പറഞ്ഞു. UDFന്റെ വാദം ശരിവെക്കുന്നതാണ് റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഈ പ്രളയത്തിൻ്റെയും പ്രളയത്തോടനുബന്ധമായി ഉണ്ടായ എല്ലാ ദുരന്തങ്ങളുടെയും ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം. പ്രളയത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് 15ഓളം ഹർജികളാണ് ഹൈക്കോടതിയിലുള്ളത്. ഇവയിൽ കോടതിയെ സഹായിക്കാനാണ് അമിക്കസ് ക്യൂറിയെ നിയമിച്ചത്. റിപ്പോർട്ട് മധ്യവേനൽ അവധിക്ക് പിരിയും മുമ്പ് പരിഗണിക്കുമെന്നാണ് സൂചന. MS അനീഷ് കുമാർ, ന്യൂസ് 18, കൊച്ചി. വിവാദ പരാമർശത്തിൽ ഇടതുമുന്നണി കൺവീനർ A. വിജയരാഘവന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിമർശനം. തെരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കൾ ജാഗ്രത കാട്ടണമെന്ന് പാർട്ടി നിർദ്ദേശം നൽകി. പരാമർശം സംസ്ഥാന നേതാക്കൾ പരിശോധിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. വിജയരാഘവനെതിരായ പരാതിയിൽ പോലീസ് രമ്യ ഹരിദാസിന്റെ മൊഴിയെടുത്തു. പരസ്യമായി A. വിജയരാഘവനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിലും ജാഗ്രത കുറവുണ്ടായെന്ന വിലയിരുത്തലിലാണ് CPM. വിവാദ പ്രസ്താവന ഒഴിവാക്കേണ്ടിയിരുന്നു. നേതാക്കൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പ്രസംഗങ്ങളിൽ ജാഗ്രത കാട്ടണം. സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് എല്ലാ കാര്യങ്ങളും പൊതുസമൂഹം വിലയിരുത്തുമെന്ന ജാഗ്രത നേതാക്കൾക്കുണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു. വിജയരാഘവന്റെ പ്രസംഗത്തിൽ പിഴവുണ്ടോയെന്ന് സംസ്ഥാന നേതൃത്വം പരിശോധിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. That will be taken care of by our state committee leaders. But as far as this issue is concerned, of respect to the women or to the marginalized sections of our society, the Dalits and the tribals, etc. On that, the party's position has always been clear, and we are uncompromisingly, we uphold that. വിജയരാഘവന്റെ പൊന്നാനി പ്രസംഗത്തിൽ തിരൂർ DYSP ബിജു ഭാസ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം രമ്യ ഹരിദാസിന്റെ മൊഴിയെടുത്തു. പരാതിയിൽ ഉറച്ചുനിൽക്കുന്നുവെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും രമ്യ പറഞ്ഞു. സ്ത്രീത്വത്തിനെതിരെ നടത്തിയൊരു പരാമർശമായതുകൊണ്ട് ഇപ്പോൾ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പരാതിയുമായി നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. 3 പരാതികളാണ് തിരൂർ DYSP അന്വേഷിക്കുന്നത്. രമ്യ ഹരിദാസ് സമർപ്പിച്ചതാണ് ആദ്യ പരാതി. പ്രതിപക്ഷ നേതാവ് DGPക്ക് നൽകിയ പരാതിയും പൊന്നാനിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നൽകിയ പരാതിയും ഇതോടൊപ്പം അന്വേഷിക്കും. കോഴിക്കോട് പ്രസംഗത്തിലും വിജയരാഘവൻ രമ്യയെ സമാന രീതിയിൽ അധിക്ഷേപിച്ചെന്ന പരാതിയും പോലീസിന്റെ മുന്നിലുണ്ട്. പോലീസ് നടപടി എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ശക്തമായി ഉയർത്തിക്കാണിക്കാനാണ് UDF തീരുമാനം. ന്യൂസ് 18, തിരുവനന്തപുരം, മലപ്പുറം. UDF ക്യാമ്പുകളെ സജീവമാക്കി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് സംസ്ഥാനത്ത്. രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന രാഹുൽ നാളെ രാവിലെ കോഴിക്കോട് നിന്നും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലെത്തും. പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ടാകും. റോഡ് ഷോയ്ക്ക് ശേഷമാകും രാഹുൽ നാമനിർദ്ദേശ പത്രിക നൽകുക. രാഹുൽ എത്തുന്നതോടെ വയനാടിനെ ഇളക്കിമറിക്കാൻ ഒരുങ്ങുകയാണ് UDF. ഇന്ന് രാത്രി കരിപ്പൂരിൽ ഇറങ്ങി കോഴിക്കോട് തങ്ങുന്ന രാഹുൽ നാളെ രാവിലെ വയനാട്ടിലേക്ക് തിരിക്കും. 8 മണിക്ക് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങും. തുടർന്നാവും റോഡ് ഷോ. രാവിലെ 11:30 കലക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിക്കും. നാളെ നോമിനേഷൻ നൽകും. കേരള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയത്തിലും വൻപിച്ച വഴിത്തിരിവുണ്ടാവുകയാണ്. കോൺഗ്രസ് അധ്യക്ഷന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം താഴെത്തട്ടിൽ സജീവമായി. വയനാടിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ പരിഹാരമാകുമെന്നാണ് UDFന്റെ പ്രധാന വാഗ്ദാനം. രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി ഇടതുപാളയം പ്രതിരോധത്തിലാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ വന്നാലും വയനാട് തങ്ങൾക്കൊരു ബാലികേറ മലയല്ലെന്ന് LDF അണികളെ ബോധ്യപ്പെടുത്തുന്നു. NDAയും തികഞ്ഞ വാശിയിലാണ്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18, വയനാട്.
രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ വിശദാംശങ്ങളുമായി കരിപ്പൂരിൽ നിന്ന് CV അനുമോദ്, കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, കൽപ്പറ്റയിൽ നിന്ന് മനു ഭരത് എന്നീ പ്രതിനിധികളാണ് ഇപ്പോൾ ചേരുന്നത്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഇപ്പോഴത്തെ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 8 മണിയോടുകൂടിയാണോ കരിപ്പൂരിൽ രാഹുൽ ഗാന്ധി എത്തുന്നത്? ശരത്, രാഹുൽ ഗാന്ധി 9 മണിയോടെ മാത്രമേ കരിപ്പൂരിൽ എത്തൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലെ പ്രധാന കവാടത്തിൻ്റെ അരികിലാണ്. ഇതുവഴിയായിരിക്കാം രാഹുൽ പുറത്തേക്ക് വരിക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും SPGയുടെ ക്യാമറാസും എല്ലാം തന്നെ ഇവിടെ നേരത്തെ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടേക്ക് ആർക്കും തന്നെ പൊതുജനങ്ങൾക്ക് ആർക്കും തന്നെ പ്രവേശനം ഇതുവരെയും നൽകിയിട്ടില്ല. വളരെ സുരക്ഷാ സന്നാഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ മേഖല ഇപ്പോൾ ഉള്ളത്. പ്രധാന കവാട ിൽ ഒരുപക്ഷെ എയർപോർട്ടിന് മുന്നിലൂടെയുള്ള റോഡിലൂടെ ആയിരിക്കാം രാഹുൽ പുറത്തേക്ക് പോകുന്നത്. അതല്ലെങ്കിൽ മറ്റു ഇടതുവശത്തുള്ള വഴിയുണ്ട്, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇടതുവശത്തുള്ള വഴിയുണ്ട്, ഈ വഴിയും പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് വഴിയായിരിക്കും എന്നത് അവസാന നിമിഷം മാത്രമേ SPG തീരുമാനിക്കുകയുള്ളൂ. ഒപ്പം തന്നെ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം കരിപ്പൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ ഈ രാഹുലിൻ്റെ വരവ് ഏകദേശം നിശ്ചയിച്ചതിന് 1 മണിക്കൂറിന് വൈകിയാണെന്ന് അറിഞ്ഞതോടെ ഇവിടേക്ക് എത്തിയിട്ടില്ല. എന്നാണെങ്കിലും നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ 9 മണിയോടെ മാത്രമേ കരിപ്പൂരിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ശരത്, അശ്വിൻ ചേരുന്നു കോഴിക്കോട് നിന്നും. അശ്വിൻ, അവിടെ നിന്നും കരിപ്പൂരിൽ നിന്നും ഇന്ന് തങ്ങുന്നത് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണോ? ശരത്, ഏതാണ്ട് 40 മിനിറ്റ് സമയം ഇങ്ങോട്ടേക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് എടുക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 9:40 രാഹുൽ ഗാന്ധി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലെത്തും. ഇന്നലെ തന്നെ SPG കോഴിക്കോട് ഗസ്റ്റ് ഹൗസിന്റെ സുരക്ഷാ ചുമതലയെല്ലാം ഏറ്റെടുത്തിരുന്നു. കോഴിക്കോട് ഗസ്റ്റ് ഹൗസും പരിസരവും ഇപ്പം ശക്തമായ സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. രാവിലെ ഇവിടെ വെസ്റ്റിൽ വിക്രം മൈതാനിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് രാഹുൽ വയനാട്ടിലേക്ക് തിരിക്കുന്നത്. രാവിലെ 8:30 കൂടിയാണ് ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാഹുൽ എത്താൻ വൈകുകയാണെങ്കിൽ 10 മണിയോട് അടുത്ത സമയമാണെങ്കിൽ ഇന്ന് മറ്റ് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ചയൊന്നും ഉണ്ടാവില്ല. അത് മിക്കവാറും രാവിലെ ആയിരിക്കും ഉണ്ടാവുക. ഏതായാലും 9:40 രാഹുൽ ഇവിടെ എത്തും. ഇവിടെ എത്തുന്നതിൻ്റെ ഭാഗമായി ഈ കരിപ്പൂർ വിമാനത്താവളം മുതൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് വരെ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഈ വിക്രം മൈതാനിയിലേക്കുള്ള ദൂരത്തിലും പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. SPG സുരക്ഷാ ചുമതല നേരത്തെ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. പൂർണ്ണമായും കർശനമായ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്ന് റോഡ് മാർഗം വയനാട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ആവശ്യം കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ഉന്നയിച്ച് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കൂടിയും സുരക്ഷാ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ചുരത്തിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് SPG നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്ക് എത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ശരി, ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് മനു കൂടി ചേരുകയാണ്. മനു, രാവിലെ എത്തി റോഡ് ഷോയോടെ കൽപ്പറ്റയിലേക്ക് വരിക, അല്ലെങ്കിൽ അവിടെ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക, ഈ രീതിയിലാണോ വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ശരത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ SKMJ ഗ്രൗണ്ടിലാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി വന്നിറങ്ങുക. ഹെലിപാഡിന് ഉള്ള സൗകര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. അത് നമുക്ക് കാണാൻ കഴിയും. 9:30 രാഹുൽ ഗാന്ധി ഈ ഹെലിപാഡിൽ ഇറങ്ങും. പിന്നീട് ഇവിടുന്ന് അദ്ദേഹം ഇതുവഴി റോഡ് മാർഗം ആയിരിക്കും ഈ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് പോവുക. 9:45 പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വെച്ചൊരു റോഡ് ഷോ നടക്കും. അതിനുശേഷം 11:30 അദ്ദേഹം കലക്ട്രേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. കനത്ത പോലീസ് സുരക്ഷ നമുക്ക് ഈ പ്രദേശത്ത് ഉണ്ട്. അത് കൂടുതൽ വർദ്ധിപ്പിക്കും. പ്രിയങ്ക ഗാന്ധിയോടൊപ്പമുള്ള റോഡ് ഷോ എത്ര ദൈർഘ്യമുണ്ടാകുമെന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ SPG ഇപ്പോൾ പുറത്തുവിടുന്നില്ല. അത് നാളത്തോടുകൂടി, രാവിലെയോടുകൂടി അതിൽ ഒരു വ്യക്തത ഉണ്ടാകും. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി തിരിച്ചു പോകും എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്നത്. ശരി, മറ്റു വാർത്തയിലേക്ക്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണത്തിനെത്തും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. യെച്ചൂരി പങ്കെടുക്കുന്ന യോഗങ്ങളുടെ തീയതി സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. നേരത്തെ കേരളത്തിൽ യെച്ചൂരി പങ്കെടുക്കുന്ന പരിപാടികളുടെ പട്ടിക തയ്യാറാക്കിയതിൽ വയനാട് ഉൾപ്പെട്ടിരുന്നില്ല. രാഹുലിനെതിരായ BJP CPM വിമർശനങ്ങൾക്ക് പ്രതിരോധമൊരുക്കാൻ UDF ഉന്നതതല യോഗത്തിൽ തീരുമാനം. വയനാട് സ്ഥാനാർത്ഥിത്വം വർഗീയവൽക്കരിച്ച് പ്രധാനമന്ത്രി കേരളത്തെ അപമാനിച്ചെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. CPM വിമർശനങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണം.
രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപിയും സിപിഎമ്മും ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പ്രതിരോധ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ കോൺഗ്രസ് ലീഗ് നേതാക്കൾ ഉന്നതതല യോഗം ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയോടെ രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വം ബിജെപി വർഗീയ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണെന്ന് യോഗം വിലയിരുത്തി. കശ്മീരിലെ ബിജെപി PDP ബന്ധം ചൂണ്ടിക്കാട്ടി ഇതിനെ പ്രതിരോധിക്കും. രാഹുൽ ന്യൂനപക്ഷ മണ്ഡലത്തിൽ അഭയം തേടിയെന്ന വിമർശനം UDF തള്ളി. വയനാട്ടിൽ മുസ്ലിം ലീഗ് പ്രചരണ രംഗത്ത് സജീവ സാന്നിധ്യമായി ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വയനാട് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 52% വേറെ മര്യാദയില്ലാത്ത വർത്തമാനമാണ് പ്രധാനമന്ത്രി പറയുന്നത്. അദ്ദേഹം കേരളത്തെ അവമാനിച്ചിരിക്കുകയാണ്. രാഹുലിനെതിരെ CPM നടത്തിയ പപ്പുമോൻ വിമർശനം തെരഞ്ഞെടുപ്പിൽ അനുകൂല പ്രതികരണമുണ്ടാക്കുമെന്ന് യോഗം വിലയിരുത്തി. രാഹുലിനെ വിമർശിച്ച് CPM ജനാധിപത്യ ചേരിയെ ദുർബലപ്പെടുത്തുകയാണെന്നും പ്രചരിപ്പിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ആശയപരമായ ദാരിദ്ര്യമാണ് CPM നേരിടുന്നത്. ആരാണ് ഇവരുടെ നേതാവ്? എന്താണ് ഇവരുടെ പരിപാടി? ആരാണ് ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? ഒന്നും അവർക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ഒരു തവണ കൂടി രാഹുൽ വയനാട്ടിലെത്തും. രാഹുൽ എത്തുന്നതോടെ ദേശീയതലത്തിൽ BJPക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ ചൂട് കേരളത്തിൽ സാധ്യതയായി ഉപയോഗിക്കാനാകുമെന്ന് UDF വിലയിരുത്തുന്നു. ഒപ്പം രാഹുലിന്റെ വരവ് വയനാടിന് പുറമെ പരമാവധി വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളും UDF ചർച്ച ചെയ്തു. കോഴിക്കോട് നിന്നും സനോജിനും സ്വരൂപിനുമൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. രാഹുലിന്റെ പ്രചാരണ വേദികളിൽ ഉപയോഗിക്കുന്ന മുസ്ലിം ലീഗിന്റെ കൊടിക്കെതിരായ പ്രചാരണം തള്ളി യൂത്ത് ലീഗ്. ലീഗിന്റെ കൊടി രാഹുൽ ഗാന്ധിയുടെ വിജയത്തെയോ ഭൂരിപക്ഷത്തെയോ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലീഗിന്റെ പതാക രാഹുൽ ഗാന്ധിയുടെ വിജയത്തെയോ ഭൂരിപക്ഷത്തെയോ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ. ലീഗിന്റെ പതാകയെ പാകിസ്ഥാന്റെ പതാക എന്ന് വിശേഷിപ്പിച്ചുള്ള പ്രചാരണങ്ങൾക്കാണ് യൂത്ത് ലീഗ് മറുപടി നൽകുന്നത്. പേരിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ അത് രാഷ്ട്രീയപരമായ ഒരു തന്ത്രം മാത്രമാണ്. പക്ഷേ ജനങ്ങൾക്കറിയാം ലീഗ് എന്താണെന്നുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഇന്ത്യ ജനങ്ങൾക്കറിയാം. ലീഗ് പച്ചക്കൊടി ഉയർത്തിയത് കൊണ്ട് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനോ യാതൊരു കുറവും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെയും ഒരു ധ്രുവീകരണ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രകോപനം ഉണ്ടാക്കുക എന്നല്ലാതെ അതിൽ യാതൊരു വാസ്തവമില്ല എന്നുള്ളത്. ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരായ വിജയരാഘവന്റെ അധിക്ഷേപ പ്രസംഗം ആകസ്മികമല്ലെന്നും മുനവർ അലി പറയുന്നു. അറിയാതെ വന്നൊന്നും കരുതുന്നില്ല. അത് കരുതി കൂട്ടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മനസ്സിലാവുന്നത്. അല്ല, പ്രചരണത്തിൽ ഇത്തരം ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ആയുധം ഉപയോഗിക്കുമ്പോൾ ആ ആയുധം നമ്മൾ തിരിച്ചുപയോഗിക്കും. അത് സ്വാഭാവികമാണ്. ഫാസിസത്തിനെതിരായ പോരാട്ടം ആത്മാർത്ഥതയോടെയുള്ളതാണെങ്കിൽ ഇടതുപക്ഷം വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം. മലപ്പുറത്തും പൊന്നാനിയിലും മികച്ച വിജയം ഉറപ്പാണെന്നും വടകരയിൽ K മുരളീധരൻ തന്നെ വിജയിക്കുമെന്നും മുനവർ അലി തങ്ങൾ പറഞ്ഞു. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. UDF സ്ഥാനാർത്ഥികളായ K സുധാകരൻ കണ്ണൂരിലും രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലും നാമനിർദ്ദേശ പത്രിക നൽകി. വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും പത്രിക സമർപ്പിച്ചു. പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP അധ്യക്ഷൻ അമിത്ഷായും എത്തുമെന്ന് തുഷാർ പറഞ്ഞു. സോളാർ കേസ് പ്രതി സരിത S നായർ എറണാകുളത്ത് പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ വീണ്ടും നാമനിർദ്ദേശ പത്രിക നൽകും. നേരത്തെ നൽകിയ പത്രികയിൽ ഉൾപ്പെട്ടതിനേക്കാൾ കൂടുതൽ കേസുകൾ സുരേന്ദ്രന്റെ പേരിലുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് വീണ്ടും പത്രിക നൽകുന്നത്. 20 ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളാണ് സുരേന്ദ്രൻ പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ 243 കേസുകൾ സുരേന്ദ്രനെതിരെ ഉണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ BJP നടത്തിയ സമരത്തിന്റെ പേരിലാണ് കേസുകളിൽ ഏറെയും. പ്രധാനമന്ത്രിയുടെയും BJPയുടെയും പ്രചാരണത്തിനായുള്ള നമോ TVക്കെതിരായ പരാതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിൻ്റെ വിശദീകരണം തേടി. നമോ TV ഔദ്യോഗിക ചാനൽ അല്ലെന്നാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ മറുപടി. നമോ TVക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. റഫാൽ വിഷയം പ്രതിപാദിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രചാരണ വീഡിയോയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചു. പ്രധാനമന്ത്രിയുടെ റാലികളും പരിപാടികളും തത്സമയം സംപ്രേഷണം ചെയ്യുന്ന നമോ TVയുടെ പ്രവർത്തനമാണ് വിവാദമാകുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മാർച്ച് 31 മുതലാണ് നമോ TV 24 മണിക്കൂർ സംപ്രേഷണം തുടങ്ങിയതെന്നാണ് പ്രതിപക്ഷ പരാതി. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നൽകിയ പരാതിയെ തുടർന്നാണ് കമ്മീഷൻ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ വിശദീകരണം തേടിയത്. രജിസ്ട്രേഷനുള്ള TV ചാനലല്ല നമോ TV എന്നാണ് സർക്കാർ വിശദീകരണം. BJPയുടെ പരസ്യ പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ ചിലവ് BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്ന കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും മന്ത്രാലയം പറയുന്നു. അധികാര ദുർവിനിയോഗമാണ് നടക്കുന്നതെന്നും ഇത് തടയാൻ കമ്മീഷൻ ധൈര്യം കാണിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു.
Shri Narendra Modi is trampling upon democratic norms in India by running brazenly and blatantly. Namo TV isn't the Prime Minister mocking the Constitution as also every democratic norm? പ്രധാനമന്ത്രിയുടെ മേം ഹോം ചൌക്കീദാർ പ്രചാരണം തത്സമയ സംപ്രേഷണം ചെയ്തതിന് കമ്മീഷൻ ദൂരദർശന്റെയും വിശദീകരണം തേടിയിട്ടുണ്ട്. അതിനിടെ റഫാൽ വിഷയം പ്രതിപാദിക്കുന്ന കോൺഗ്രസിന്റെ പ്രചാരണ വീഡിയോയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമെന്ന് കാട്ടിയാണ് പരസ്യങ്ങൾ വിലക്കിയത്. കമ്മീഷൻ നടപടി പക്ഷപാതപരമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ന്യൂസ് 18 ഡൽഹി. അരുണാചലിൽ പ്രധാനമന്ത്രിയുടെ റാലിയിൽ BJP വോട്ടിന് നോട്ട് വിതരണം ചെയ്യാൻ ശ്രമിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ്. അരുണാചൽ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് 1,80,00,000 രൂപ പിടികൂടിയത് ചൂണ്ടിക്കാട്ടിയാണ് ആരോപണം. ജനപ്രാതിനിധ്യ നിയമപ്രകാരം നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാ ഖണ്ഡുവിന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇന്നലെ അർദ്ധരാത്രിയാണ് 1,80,00,000 രൂപ പിടികൂടിയത്. വാഹനത്തിൽ നിന്ന് നോട്ടുകെട്ടുകൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് കോൺഗ്രസ് ആരോപണം. സംഭവത്തെ ജനാധിപത്യത്തിലെ കറുത്തദിനമെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പാസ്തിഘട്ടിൽ നടക്കുന്ന മോദിയുടെ റാലിയിൽ വിതരണം ചെയ്യാനാണ് പണം കൊണ്ടുവന്നതെന്നും ആരോപിച്ചു. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പേമാ ഖണ്ഡു എന്നിവർക്കെതിരെ കേസെടുക്കണം. BJP അധ്യക്ഷനും പടിഞ്ഞാറൻ അരുണാചൽ പ്രദേശിലെ സ്ഥാനാർത്ഥിയുമായ തബീർ ഗൌവിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണം. കമ്മീഷൻ ഉറക്കം നടിക്കാതെ ഉടൻ നടപടിയെടുക്കണം. അതേസമയം പണം പിടിച്ചെടുത്തത് ശരിയാണെന്നും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉചിതമായ നടപടിയെടുക്കുമെന്നും കമ്മീഷൻ പ്രതികരിച്ചു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റേത് കാപട്യം നിറഞ്ഞ പ്രസ്താവനകൾ മാത്രമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ശക്തി പകരുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. രാജ്യദ്രോഹികളെ പിന്തുണയ്ക്കുന്നതാണ് പ്രകടന പത്രിക. കോൺഗ്രസിന്റെ 60 വർഷത്തെ ഭരണവും തന്റെ 60 മാസത്തെ ഭരണവും ജനങ്ങൾ താരതമ്യം ചെയ്യണമെന്നും മോദി ആവശ്യപ്പെട്ടു. അരുണാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ ധനമന്ത്രി തോമസ് ഐസക്. തീപ്പെട്ടിക്കും ആഡംബരക്കാരനും ഒരേ നികുതി വേണം എന്നത് അസംബന്ധമാണ്. പ്രകടന പത്രിക കേവലം വാചകമടിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് BJP വോട്ട് കച്ചവടമാണ് ലക്ഷ്യമെന്നും തോമസ് ഐസക് ആരോപിച്ചു. കോൺഗ്രസ് പ്രകടന പത്രികയിലെ നിർദ്ദേശം സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് മേലുള്ള ഒരു കുതിരകയറ്റമാണ്. ഇന്നിപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിക്കാൻ അവകാശമുള്ളത് മദ്യം, പുകയില, റിയൽ എസ്റ്റേറ്റ്, മോട്ടോർ വാഹനം എന്നിവ മാത്രമാണ്. ഇവയെല്ലാം GST ഉൾപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഖശികാന്ത് ഇതിന് തീർക്കും. ന്യൂസ് 18ഉം നേതാ ആപ്പും സംയുക്തമായി ഒരുക്കുന്ന തെരഞ്ഞെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പിലെ ഇന്നത്തെ ചോദ്യം: രാഹുൽ ജയിച്ചാൽ വയനാടിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റം വരുമോ? നിങ്ങളുടെ അഭിപ്രായം നേതാ ആപ്പിലൂടെ രേഖപ്പെടുത്താം. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിൻ്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ 7 വയസ്സുകാരൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. കുട്ടിക്ക് ദ്രവരൂപത്തിൽ ഭക്ഷണം നൽകുന്നുണ്ടെന്നും വെന്റിലേറ്റർ സഹായം തുടരാനാണ് മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശമെന്നും ഡോക്ടർമാർ അറിയിച്ചു. പ്രതി അരുൺ ആനന്ദിനെ 3 ദിവസത്തേക്ക് തൊടുപുഴ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായ 7 വയസ്സുകാരന്റെ ആരോഗ്യനില പുരോഗതിയില്ലാതെ തുടരുകയാണ്. ഇന്നലെ 400 മില്ലി ഭക്ഷണമാണ് ദ്രവരൂപത്തിൽ നൽകിയത്. ഇന്ന് അധികം ഭക്ഷണം നൽകാനാണ് തീരുമാനം. മറ്റവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. വെന്റിലേറ്റർ സഹായം തുടർന്നും നൽകാനാണ് മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. മറ്റവയവങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ മാത്രം ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. പൂർണ്ണമായും വെന്റിലേറ്റർ സഹായത്തോടെ തന്നെയാണ് ജീവൻ നിലനിർത്തിയത്. പ്രതി അരുൺ ആനന്ദിനെ തൊടുപുഴ മുട്ടം കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ പോലീസ് ഉടൻ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ അച്ഛൻ ബിജുവിന്റെ ദുരൂഹമരണത്തെക്കുറിച്ച് കൂടുതൽ വിവരം ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി.
നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി മെയ് 1 മാറ്റി. സംസ്ഥാന സർക്കാർ ആവശ്യത്തെ തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്. ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ കുറ്റം ചുമത്തരുതെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ പകർപ്പ് ലഭിച്ചാൽ ദിലീപ് ദുരുപയോഗം ചെയ്തേക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. കേസിലെ നിർണായക രേഖയായ കാർഡിന്റെ പകർപ്പ് ലഭിക്കാൻ നിയമപരമായ അവകാശമുണ്ടെന്നാണ് ദിലീപിന്റെ വാദം. പോണ്ടിച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേസിൽ വാദം പറയാൻ തയ്യാറെന്ന് ഇന്നലെ പറഞ്ഞ സർക്കാർ ഇന്ന് തയ്യാറല്ല എന്നറിയിച്ചതിനാണ് വിമർശനം. സുപ്രീം കോടതിയിൽ നിന്ന് മുതിർന്ന അഭിഭാഷകൻ വരുമെന്ന് സർക്കാർ അറിയിച്ചപ്പോൾ തീർത്തും ലജ്ജാകരം എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. കേസ് വേനലവധിക്ക് ശേഷം പരിഗണിക്കുന്നതിന് മാറ്റി. ഇന്നലെ വാദത്തിനിടെ സർക്കാർ ഒറ്റത്തവണ നികുതി സ്വീകരിച്ചതിനെതിരെ കോടതി വാക്കാൽ പരാമർശം നടത്തിയിരുന്നു. ചൂടിൽ ഉരുകി കേരളം. കൊടും ചൂട് നാളെയും തുടരുമെന്ന് മുന്നറിയിപ്പ്. ആലപ്പുഴയിൽ ശരാശരിയിൽ നിന്ന് 4 ഡിഗ്രി വരെ താപനില ഉയർന്നേക്കും. വയനാട് ഒഴികെയുള്ള മറ്റ് 12 ജില്ലകളിൽ 3 ഡിഗ്രി വരെ കൂടുമെന്നാണ് മുന്നറിയിപ്പ്. വയനാട്ടിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരള സർവകലാശാല നാളെ തുടങ്ങാനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. 10 ദിവസം പിന്നിട്ടിട്ടും സംസ്ഥാനത്തെ സൂര്യതാപ മുന്നറിയിപ്പുകൾ തുടരുകയാണ്. ആലപ്പുഴയിൽ നാളെ ശരാശരിയിൽ നിന്ന് 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. വയനാട് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ശരാശരിയിലും ഉയർന്ന താപനിലയായിരിക്കും. വയനാട് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിൽ പല സ്ഥലങ്ങളിലും വേനൽ മഴ പെയ്യും. തൊഴിലിടങ്ങളിലെ പരിശോധന കർശനമാക്കാൻ ലേബർ കമ്മീഷണർ നിർദ്ദേശം നൽകി. പകൽ 12 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വിശ്രമവേള നൽകണമെന്നാണ് ആവർത്തിച്ചുള്ള നിർദ്ദേശം. കേരള സർവകലാശാല വ്യാഴാഴ്ച ആരംഭിക്കാനിരുന്ന പരീക്ഷകളെല്ലാം മാറ്റി. ഈ മാസം 8-നാകും ഡിഗ്രി പരീക്ഷകളടക്കം ആരംഭിക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം.